ഫുട്ബോൾ വസന്തത്തിന് കൊടിയേറി. EPL 10ാം സീസണിലെ ആദ്യ മത്സരത്തിൽ ഡിഫൻഡേഴ്സ് പാറമ്മലിന് ഐതിഹാസിക ജയം. ശക്തരായ ലെജൻഡ് എളയൂരിനെ ചുരുട്ടിക്കൂട്ടിയത് 2-3 ഗോളിന്. കളിക്കാരനായി പരിചയപ്പെടുന്നതിനുവേണ്ടി ഗ്രൗണ്ട് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട കുഞ്ഞാക്ക, കൺവീനർ പ്രിയപ്പെട്ട കുഞ്ഞേട്ടൻ, ബേസ് മാസ്റ്റർ KK ജനാർദ്ദനേട്ടൻ, മജീദ് മാസ്റ്റർ, മുൻകാല ഫുട്ബോളർ വല്ലൂരേട്ടൻ, കുട്ടിയമാക്ക, ഡിസൈൻ ബോർഡ് MP ഷിജു, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് പ്രിയപ്പെട്ട ചെറി, അബ്ദുക്കാക്ക, പ്രിയപ്പെട്ട നിസ്വ കൺസെഷൻ MP ജാഫർ MP തുടങ്ങിയവർ കളിക്കാരുമായി പരിചയപ്പെടുന്നു. നമസ്കാരം. ഏറനാടൻ നാട്ടുവാർത്തയുടെ NTVയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നുസ്രത്ത്. സ്വന്തമായി എളയൂരിൽ ഒരു ഗ്രൗണ്ട് പിറന്ന ശേഷം നടന്ന ആദ്യ ഫുട്ബോൾ ടൂർണമെന്റിന് ഒഴുകിയെത്തിയത് ഒരു പ്രദേശം മുഴുവൻ. EPL 10ാം സീസണിന്റെ മീഡിയ പാർട്ണറായി ഏറനാടൻ നാട്ടുവാർത്തയും NTVയും. ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV ഉസ്മാൻ നിർവഹിക്കും. ടൂർണമെന്റിലെ ആദ്യ ഗോൾ അടിക്കുന്ന കളിക്കാരന് CP ബസാർ എളയൂർ നൽകുന്ന ഒരു പ്രോത്സാഹന സമ്മാനമുണ്ടായിരിക്കുന്നതാണ്. ഈ ടൂർണമെന്റിലെ ആദ്യ ഗോൾ അടിക്കുന്ന കളിക്കാരന് CP ബസാർ എളയൂർ നൽകുന്ന ഒരു സമ്മാനമുണ്ടായിരിക്കുന്നതാണ്. ടൂർണമെന്റിനായി ഏറനാടൻ നാട്ടുവാർത്ത നൽകുന്ന ഖത്തർ ലോകകപ്പ് സ്പെഷ്യൽ ഫുട്ബോൾ അൽ റിഹ്ല ഇന്ന് കമ്മിറ്റിക്ക് കൈമാറും. ഏറനാടൻ നാട്ടുവാർത്ത ഇനി പട്ടണമെങ്ങും. എളയൂർ എന്ന കാവനൂർ പഞ്ചായത്തിന്റെ സാംസ്കാരിക ഗ്രാമത്തിലേക്ക് കാൽപന്ത് കളിയുടെ വസന്തം വിരുന്നെത്തി. എളയൂർ പ്രീമിയർ ലീഗിന്റെ EPL 10ാം സീസണിന് ഇന്നലെ എളയൂർ ഗ്രൗണ്ടിൽ അരങ്ങേറ്റം കുറിച്ചു. ജനകീയമായി നിർമ്മിച്ച എളയൂർ ഗ്രൗണ്ട് രജിസ്റ്റർ ചെയ്ത ശേഷം നടക്കുന്ന കായികമേളം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇപ്രാവശ്യത്തെ EPL ടൂർണമെന്റിന്. ഉദ്ഘാടന മത്സരത്തിൽ എളയൂരിന്റെ സ്വന്തം ടീമായ കരുത്തരായ ലെജൻഡേഴ്സിനെ കുടഞ്ഞിട്ട് കരുത്തരായ ഡിഫൻഡേഴ്സ് പാറമ്മൽ. ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളിന് ലീഡ് ചെയ്ത ഡിഫൻഡേഴ്സ് തുടരെ എതിർ വലയിലേക്ക് പന്ത് പായിച്ച് മത്സരം തങ്ങളുടേതാക്കി മാറ്റിയത്. പുതുമണ്ണിന്റെ ഗന്ധമുള്ള എളയൂരിന്റെ ഓരോ മനുഷ്യന്റെയും ത്യാഗത്തിന്റെ കുളിരുള്ള പുതുഗ്രൗണ്ടിൽ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ പന്തുരുണ്ടത് ഡിഫൻഡേഴ്സിന്റെ മുന്നേറ്റങ്ങൾ കണ്ടുകൊണ്ടാണ്. ആർത്തിരമ്പുന്ന ആബാലവൃന്ദം മനുഷ്യരുടെ കരഘോഷങ്ങൾക്കിടെ 16ാം മിനിറ്റിൽ ഡിഫൻഡേഴ്സിന്റെ മിന്നും താരം അതുൽ ലെജൻഡേഴ്സ് ക്രോസ് ബാറിന്റെ 100 അടി ദൂരത്ത് നിന്നും തൊടുത്തുവിട്ട വെടിയുണ്ട പോലെയുള്ള വലംകാലനടി ലെജൻഡേഴ്സ് എളയൂരിന്റെ ഗോളിക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഒരു ഗോൾ വീണതോടെ കളിയുടെ ആവേശം 10 മടങ്ങായി. വെടികൊണ്ട ചീറ്റപ്പുലികളെ പോലെ കിട്ടിയ ഗോൾ തിരിച്ചടിക്കാൻ ഡിഫൻഡേഴ്സ് പാറമ്മലിന്റെ ഗോൾ പോസ്റ്റിൽ വട്ടമിട്ട് പറക്കുന്നതിനിടെ ലെജൻഡ് എളയൂരിനെ ഞെട്ടിച്ച് ഡിഫൻഡേഴ്സ് രണ്ടാമത്തെ വെടിയും പൊട്ടിച്ചു. ഇപ്രാവശ്യം പാറമ്മലിന്റെ ഫോർവേഡർ ഷഫീഖിന്റെ വകയായിരുന്നു ഗോൾ. കളി ആദ്യ പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ വീണ്ടും അതുൽ എളയൂരിന്റെ വല കുലുക്കി. ആദ്യ പകുതി സ്കോർ എളയൂർ 0-0, പാറമ്മൽ 0-3. ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ എളയൂരിന്റെ ശക്തിയും വീറും വേഗവും കണ്ടാണ് രണ്ടാം പകുതിക്ക് തുടക്കമായത്. എളയൂരിൽ ബർജീസ് എന്ന ഫുട്ബോൾ ഇതിഹാസം നേരിട്ട് അവതരിച്ചപ്പോൾ ഡിഫൻഡേഴ്സിന് കളി മൊത്തം പിഴച്ചു. ചീറ്റപ്പുലി വേഗത്തിൽ പാറമ്മലിന്റെ കോട്ടയിൽ നിരന്തരം ആക്രമണം അഴിച്ചുവിട്ട എളയൂർ രണ്ടാം പകുതി പുരോഗമിക്കുമ്പോൾ തന്നെ 2 ഗോളുകൾ മടക്കി. രണ്ടും ലെജൻഡേഴ്സിന്റെ ലെജൻഡറി താരം ബർജീസിന്റെ വകയായിരുന്നു. പക്ഷേ സമനില എങ്കിലും കൊണ്ട് കളി അവസാനിപ്പിക്കാനുള്ള എളയൂരിന്റെ മോഹങ്ങൾ ഗോളിക്കും പാറമ്മൽ ഡിഫൻഡേഴ്സിനുമിടയിൽ ചിതറിപ്പോയി. റഫറിയുടെ ലോങ് വിസിൽ മുഴങ്ങുമ്പോൾ ആദ്യ പകുതിയിൽ എളയൂർ പോസ്റ്റിലേക്ക് തൊടുത്തുവിട്ട 3 ഗോളുകളുടെ മിടുക്കിൽ
2-നെതിരെ 3 ഗോളിന് പാറമ്മൽ വിജയതീരമണിയുകയായിരുന്നു. സ്കോർ പാറമ്മൽ 0-3, എളയൂർ 0-2. നാട്ടുനന്മയുടെ നിറക്കാഴ്ചകളുമായി NTV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ബ്യൂറോ NTV മലപ്പുറം. Captain, set 1, jersey number 4, Nidin. Okay. Goalkeeper Nidin. Nikhil. Jersey number 3, Vaisha. Jersey number 5, Adil. Jersey number 13, Shafiq. Jersey number 18.
നേച്ചർ സെന്റർ കാവല് ചെറുനാക്കുണ്ട് സ്പോൺസർ ചെയ്യുന്ന നേച്ചറിനും ബ്രീസിനും അർഹമായ ടിക്കറ്റ് നമ്പർ 11 ആവശ്യമുള്ള ഫുട്ബോൾ വേണ്ടി നേതൃത്വവുമായി ബന്ധപ്പെടുക. കൂടി പറഞ്ഞില്ലേ 428 എല്ലാതരം ഫുട്ബോളും എല്ലാ കളികളും മനുഷ്യരുടെ ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ആളുകള്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകള് ഇപ്പൊ ഈ വാർത്താ മാധ്യമങ്ങള്, ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ധാരാളം ഉള്ളത് കൊണ്ട് മീഡിയയിലൊക്കെ എല്ലാ കളിയും കാണുന്നു. സ്വയം കളിക്കുന്നില്ല, അതിനൊരു സ്ഥലമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെ സ്ഥലം ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എല്ലാ ഭേദങ്ങൾക്കും അതീതമായിട്ട് ആളുകൾക്ക് നിൽക്കാനുള്ള സ്ഥലം വേണം നമ്മുടെ നാട്ടില്. അങ്ങനെയുള്ളൊരു സ്ഥലം ഉണ്ടായി അവിടെ കളി നടക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം. അതാണ് ഒരു കളിസ്ഥലം. അതുപോലെ തന്നെ കലയും കായികമായിട്ടുള്ള മേളകളും എപ്പോഴും മനുഷ്യരുടെ ഐക്യം, ജാതിക്കും മതത്തിനും എല്ലാ സമ്പത്തിനും ഒക്കെ അതീതമായിട്ടുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥലം നമ്മുടെ ഗ്രാമത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈ ഫുട്ബോൾ മേളയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് അവസരം നൽകുന്ന, നമുക്ക് എല്ലാവർക്കും, വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ കളിക്കാൻ ആസ്വദിക്കുന്ന ഒരു പരിപാടിയാണ് ഫുട്ബോൾ മാത്രമല്ല, ഈ ഗ്രൗണ്ടിൽ ഇടാൻ പോകുന്ന എല്ലാവിധ ഷട്ടിൽ ബാറ്റ്, അതുപോലെ മുഴുവൻ കലാപരിപാടികളും ഈ ഗ്രൗണ്ടിൽ വരും. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഈ ഗ്രൗണ്ട് വേണം. പൊതുസമൂഹത്തിന്റെ എല്ലാവരുടെയും പിന്തുണയും വേണമെന്ന് ഗ്രൗണ്ടിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. കാരണം ചരിത്രം കാതോർത്തുന്ന നിമിഷമാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും ഈ ഒരു ടൂർണമെന്റിനും അതുപോലെ തന്നെ ഈ സംഘാടകർക്കും പഠനത്തോടൊപ്പം ഡിഗ്രി ചെയ്യുവാനുള്ള സൗകര്യം കേരളത്തിന് അകത്തും പുറത്തുമായി ട്രെയിനിങ്. നമ്മളുടെ ഇളയൂരിന്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇളയൂരിന് സ്വന്തമായ ഒരു ഗ്രൗണ്ട് ഉണ്ടാവുക എന്നുള്ളത്. അതിപ്പം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇളയൂർ പ്രീമിയർ ലീഗ് എന്ന ഈ മത്സരത്തോടുകൂടി നമ്മളുടെ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇതിന് എല്ലാവിധ സപ്പോർട്ടുമായിട്ട് നിന്നിരുന്ന എം എ റഹ്മാനും ഏർനാട് ന്യൂസിനും ഉള്ള സന്തോഷവും ഞങ്ങൾ ഈ സമയത്ത് പങ്കുവെക്കുന്നു. ഈ ഗ്രൗണ്ട് നമ്മളുടെ നാടിന്റെ ഒരു മുതലാണ്. നമ്മളുടെ നാട്ടിലുള്ള കുട്ടികൾ കളിച്ചു വളരണം, നല്ല കളിക്കാർ നമ്മളെ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഉണ്ടാവണം എന്ന് ആശംസിച്ചുകൊണ്ട്
നമ്മളൊക്കെ ചെറുപ്പകാലത്ത് തന്നെ ഈ സ്ഥലത്ത് അവിടെ അങ്ങനെ പന്തലില്ലായിരുന്നു. അന്ന് നമ്മുടെ അരീക്കോട് YM അരീക്കോട് അതേപോലുള്ള മറ്റുള്ള ടീമുകൾ കൂടുതലായിട്ടും അധികം വരല് ഇരുവേറ്റി കോട്ടമ്പലി അതേപോലെ ഇളയൂര് വാശിയേറിയ മത്സരങ്ങളായിരുന്നു നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്തുണ്ടായിരുന്നു. അതിന്റെ സ്ഥലം കുറച്ചൊന്ന് മാറിയിട്ട് ഇപ്പുറത്ത് നമുക്കൊരു ഗ്രൗണ്ട് കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാനും എല്ലാവർക്കും വൈകുന്നേരങ്ങളിൽ സായാഹ്നം ചെലവഴിക്കാനൊക്കെ പറ്റിയൊരു അവസരമാണ്. ആദ്യമായിട്ട് ഈ ഫുട്ബോൾ കളി ഇവിടെ വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ നല്ലൊരു സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ വന്നതിന് ശേഷം ഒരു ഫുട്ബോൾ കളി വന്നതിൽ വളരെ സന്തോഷം. ചിരകാല സ്വപ്നമായ ഈ ഗ്രൗണ്ട് ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇത്തരം സംഗതി കഴിഞ്ഞതിൽ ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇത്തരം സമയത്തിനെ മാത്രമല്ല ഇളയൊരു അങ്ങാട്ട് ഒരു മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മള് ജനങ്ങളെല്ലാവരും പ്രദേശവാസികളും സന്തോഷ മുഹൂർത്തത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഒരു നാടിന് മുഴുവൻ കളിയുടെ ഉത്സവ ലഹരികളിൽ ആരാധിച്ചുകൊണ്ട് ഇളയൂർ കായിക പോരാട്ടത്തിന്റെ പോർക്കളത്തിലേക്ക് പോരാളികളുമായി പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. നമ്മുടെ ചിരകാലമായി നാം ആഗ്രഹിച്ചിരുന്ന ഒരു കായിക കേന്ദ്രമായി നമ്മുടെ ഇളയൂര് വളരുകയാണ്. മിനി സ്റ്റേഡിയത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണിന്ന്. ഇന്ന് നടക്കുന്ന ഫുട്ബോൾ മത്സരത്തോടുകൂടി നമ്മുടെ കായിക സ്വപ്നങ്ങൾ ഇനി പൂവണിയാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും വലിയവരുമായ എല്ലാവരുടെയും കായിക വിനോദത്തിനുള്ള കേന്ദ്രമായി മാറട്ടെ എന്ന് ഞാൻ സന്തോഷപൂർവ്വം ആശംസിക്കുകയാണ്. ഗ്രൗണ്ടാണ് തുടങ്ങിയിട്ടുള്ളൂ. ഗ്രൗണ്ട് കളി തുടങ്ങിയിട്ടുള്ളൂ. ബെസ്റ്റ് വർത്താനം പറഞ്ഞോളി വരും. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു ഗ്രൗണ്ടാണ്. ഇവിടെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമ്മളല്ല പ്ലേയേഴ്സ്. അതെ, ഈ ഗ്രൗണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? നല്ല അഭിപ്രായമാണ്. പറയണോ എന്തെങ്കിലും പറയണോ? ഇതിന്റെ ആരാധകർ ഏറ്റവും കൂടുതൽ 100% ആരാധകരുള്ള സ്ഥലം അതിലെ കളിക്കാരുമാണ്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഒന്ന് വിപുലീകരിച്ച് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ക്ലിയർ ആക്കി അതിൻ്റെ ഫണ്ടും കാര്യങ്ങളും ഗവൺമെൻറ് അതിലൂടെ ശരി. എന്തെങ്കിലും പറയണോ? കാക്കോയ്, ഈ ഗ്രൗണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അഭിപ്രായം എന്താ? നമുക്ക് അങ്ങോട്ട് പോവാം.
അഭിപ്രായം പറയാം. പോസ്റ്റ് കയറും. എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം, എന്തെങ്കിലും ഉപകാരമില്ല, എന്തെങ്കിലും പറ. എല്ലാവർക്കും ഉപകാരപ്പെടും. ആരില്ലേ? നല്ല ഗ്രൗണ്ടാണ്. പാവല്ലേ? പറഞ്ഞൂടെ? ശരി. ഹലോ ഹലോ, നിങ്ങൾ ഈ കളി ജയിക്കുമോ? അതിലൊരു അഭിപ്രായം കേട്ടില്ല, ഒന്നൂടി പറയും. എന്ത് കളിയില്ലേ? നിങ്ങൾ ജയിക്കുമോ? ഉറപ്പാണോ? നിങ്ങൾ ഈ കളി ജയിക്കാൻ ചാൻസ് ഉണ്ടോ? ജയിക്കാൻ ഞങ്ങൾക്ക് സാധ്യതയുണ്ട്. നല്ല പ്ലേയേഴ്സ് ആണ്. ഒരുപാട് യങ് ബോയ്സ് അല്ലെങ്കിലും അല്ലെ, നമ്മള് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നല്ല പ്ലേയേഴ്സ് ആണ്. രതീഷ് ഏകദേശം 10-15 വർഷത്തോളം കളിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ജയിക്കും തന്നെ ഞങ്ങളെ പ്രതീക്ഷ. പേരെന്താ? പേര് അസ്ലം. പ്രദീപ്, വർഗീസ്, രൂപി, എന്തെങ്കിലും പറയണം. അല്ല, എന്തെങ്കിലും ഒരു പ്രതികരണമാ. ആദ്യത്തെ കളിക്കുന്നത് അല്ലല്ല, കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യം കളിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗോള് വിട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗോള് പിടിച്ചിട്ടുണ്ടോ? ഇല്ല, ഗോള് വിട്ടിട്ടൊന്നുമില്ല. കുറെ വട്ടം പിടിച്ചിട്ടുണ്ട്. ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒരു പ്രതികരണം പ്ലീസ്. പ്രതികരണം. നമ്മോട് സഹകരിക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സുജോദിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. ഗുഡ് ഈവനിങ്. വളരെ സന്തോഷം തോന്നുന്നു ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് സംവദിക്കാൻ കഴിഞ്ഞത്. കാരണം കാലങ്ങളായി ഇളയൂർക്കാരെ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ്. ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും ഇവിടെ നടത്താൻ കഴിഞ്ഞത്. ഇതിന്റെ സംഘാടകർക്ക്, ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ച സംഘാടകർക്കും അതുപോലെ ഇവിടെ എത്തിയ എല്ലാവർക്കും എല്ലാ നന്ദിയും കടപ്പാടും നേരുന്നു. അതോടുകൂടി ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. നൽകിയിട്ടുള്ള വ്യാപാരികളുടെ പ്രതിനിധി പ്രിയപ്പെട്ട ചേരി 2 വാക്ക് സംസാരിക്കും. വളരെ സന്തോഷം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമുക്ക് സ്വന്തമായ ഒരു ഗ്രൗണ്ട്. ഇതിന് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്കും ഇനിയും ഒരുപാട് സാമ്പത്തികമായ ഫണ്ടുകൾ ഇനിയും ഇതിന് ബാക്കിയുണ്ട്. അതും നമുക്ക് സമീപിക്കണം. അതിനുവേണ്ട എല്ലാവരുടെയും പരിപൂർണ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്നും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മാച്ചുകളും, ഫുട്ബോൾ ആവട്ടെ, ക്രിക്കറ്റ് ആവട്ടെ, മറ്റ് കളികളാവട്ടെ, എല്ലാം ഇന്ന് നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരുന്ന് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ ആസ്വാദകർ മാത്രമായി മാറുന്ന ഒരു കാലത്ത് കളിക്കാരായും അതുപോലെ മറ്റ് കലാമേഖലകളിലും കലാകായിക മേഖലകളിലെല്ലാം പങ്കാളികളാവുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അങ്ങനെ പങ്കാളികളാവുന്നതിനുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം നമുക്ക് അതിനാവശ്യമായ ഇടങ്ങളില്ല, സ്ഥലമില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഗ്രാമത്തിന്റെ ഏറ്റവും പരിമിതമായ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമായ ഒരിടമാണ്. എല്ലാ സൗകര്യങ്ങളും ആയിട്ടില്ല. ഇനിയും ഒട്ടേറെ സ്ഥലങ്ങൾ ഇതുപോലെ ഉണ്ടാവേണ്ടതുണ്ട്. ഇതുകൊണ്ട് മാത്രം അവസാനിക്കേണ്ടതല്ല. എന്തായാലും നമ്മുടെ ഹൈസ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്യാമ്പ് കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നു. ഇന്നിവിടെ നമ്മുടെ നാട്ടിലെ കളിക്കാര്, ചെറുപ്പക്കാര് ആദ്യമായിട്ട് ഒരു ആത്മവിശ്വാസത്തോടു കൂടി കളിക്കുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഏറെ മാറ്റങ്ങൾ ഈ സ്ഥലത്തിന് വരേണ്ടതുണ്ട്. ഈ നാട്ടിലെ എല്ലാവരുടേതുമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയാവുന്ന നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ, അത് സർക്കാർ സ്ഥാപനങ്ങൾ അങ്ങനെ പറയാം. പക്ഷെ ഇത് ഈ നാട്ടുകാരുടെ പൂർണ്ണമായിട്ടുള്ള ഒന്നും ഭേദമില്ലാതെ എളയൂരിലെ മുഴുവൻ ആളുകൾക്കും ഇടപെടാനുള്ള ഒരു ആദ്യ സ്ഥലമായി, അത് ഏതൊരു ഗ്രാമത്തിനും നന്നാക്കാൻ ഒക്കെ എല്ലാവരുടെയും അകമഴിഞ്ഞ പങ്കാളിത്തമുള്ളൂ. അത് മുഴുവൻ ആളുകളും ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ഭാവിയിലെ ദിവസങ്ങളിലെ
ഒത്തൊരുമിച്ച് നിന്ന് ഈ ഗ്രൗണ്ടിൽ കുറിച്ചിട്ടുള്ള ഈ കളിക്കാരനും കൂടി അത് ഞങ്ങളെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ്. അത് പോവുകയാണെങ്കിൽ എല്ലാവരും സന്തോഷത്തിലാണ്. ഈ നാട് എളയൂര് ഗ്രാമത്തിലെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. കളിക്കാരനെ കുറിച്ചിട്ട് കളിക്കാരൊക്കെ നല്ല കളിക്കാരാണ്. നിങ്ങൾ കണ്ടോ കളി? നേരിട്ട് കാണാൻ കളി നല്ല കളി വരാൻ പറ്റിയ നല്ലൊരു കലാ സാംസ്കാരിക പരിപാടി നടത്താൻ പറ്റിയ നല്ലൊരു ഗ്രൗണ്ടാണ്. ശരി, ഈ ഗ്രൗണ്ടിൽ കുറിച്ച് അഭിപ്രായം വരാം. ഗ്രൗണ്ട് നല്ല അഭിപ്രായം. കളിക്കാർ കളി കാണുന്നല്ലേ ഉള്ളൂ. നോക്കട്ടെ എത്രത്തോളം നല്ലതാണെന്ന് നോക്കട്ടെ കളി തുടങ്ങിയിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഗ്രൗണ്ട് നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഒന്ന് ഇത് പുതിയ വച്ചായിരുന്നു. അപ്പം ഇത് പൂർത്തീകരിച്ചതിന് വളരെയധികം. കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം എളയൂരിന് വളരെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണിത്. എളയൂര് പ്രത്യേകിച്ച് വളർന്നു വരുന്ന കായികമായി പ്രത്യേകിച്ച് ഫുട്ബോളിലൊക്കെ ആവേശം കണ്ടെത്തുന്ന ചെറുപ്പക്കാർക്ക് ഉയർന്ന നിലയിലുള്ള കളിക്കാരായി മാറാനുള്ള ഒരു അവസരമാകട്ടെ ഈ ഉദ്ഘാടനവും ഈ ഗ്രൗണ്ടും എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഗ്രൗണ്ടിൽ ഒരു പന്ത് തട്ടി ചരിത്രം കുറിക്കണമെന്ന ആവശ്യം ശക്തമായത് കൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം തന്നെ ഒരു മഴയുടെ ഭീഷണിക്കിടയിലും നമ്മൾ ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടത്. അതുകൊണ്ട് ചില പരിമിതികളും കുറവുകളും ഉണ്ടാവും. കാണികളും എല്ലാവരും അത് ക്ഷമിക്കണമെന്ന് ആമുഖമായിട്ട് ഉണർത്തിക്കൊണ്ട് ഈ ഒരു ടൂർണമെന്റിന്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ഉസ്മാൻ സാഹിബായിരുന്നു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മീറ്റിംഗ് കാവനൂർ നടക്കുന്നത് കൊണ്ട് ഈ ടൂർണമെന്റ് ഇടയിൽ വന്ന് അറ്റൻഡ് ചെയ്ത് പോകാമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. സമിതിയുടെ ചെയർമാനും അതുപോലെ കൺവീനറും ചേർന്നിട്ട് ഈ ടൂർണമെന്റിന്റെ ഇപ്പത്തെ ഉദ്ഘാടനം, ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് മുമ്പുള്ള ഈ ഒരു സെക്ഷൻ ഉദ്ഘാടനം നടത്തപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വേറെ കാര്യങ്ങളും ഈ ഗ്രൗണ്ടിന്റെ കാര്യങ്ങളെല്ലാം എളയൂർ കലാ സാംസ്കാരിക സമിതിയുടെ ഭാരവാഹികൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ ടൂർണമെന്റിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ കാണികളെയും ആദ്യം ഞാൻ ഈ ടൂർണമെന്റ് കമ്മിറ്റിക്ക് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ടൂർണമെന്റ് നിലനിർത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എളയൂരിലെ വ്യാപാരി സുഹൃത്തുക്കളാണ്. പ്രിയപ്പെട്ട ഷിജു 10 കൊല്ലമായിട്ട് ഈ ടൂർണമെന്റ്, ഷിജു മാത്രമല്ല നിഷ്വ ജാഫറും ഈ 10 കൊല്ലമായിട്ട് അവര് തന്നെയാണ് ഈ ടൈറ്റിൽ സ്പോൺസർ ഈ ടൂർണമെന്റിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഹൃദ്യമായി ആദ്യമായി ഈ ടൂർണമെന്റിലേക്ക് അതുപോലെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇളയൂർ കലാ സാംസ്കാരിക സമിതിയുടെ പ്രിയപ്പെട്ട കുഞ്ഞേട്ടൻ, അതുപോലെ ബോസ് സാർ, പ്രിയപ്പെട്ട കുഞ്ഞാക്ക, അതുപോലെ വ്യാപാരി വ്യവസായി സെക്രട്ടറി പ്രിയപ്പെട്ട ചെറി, അതുപോലെ ഈ ഈ സെക്ഷനിൽ പങ്കെടുക്കുന്ന കുട്ടിയമ്മക്ക് അടക്കമുള്ള എല്ലാവർക്കും ഈ ടൂർണമെന്റിലേക്ക് ഹൃദ്യമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ സെക്ഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും ചെറിയ ബ്രീഫായിട്ട് ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടി എളയൂർ കലാ സാംസ്കാരിക സമിതിയുടെ കൺവീനർ പ്രിയപ്പെട്ട കുഞ്ഞേട്ടനെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ ദിവസങ്ങളിൽ ഒന്നാണിത്. നാം ഏറെ കാലമായി കാത്തിരുന്ന ഒരു സ്വന്തം സ്ഥലത്ത് ഒരു ടൂർണമെന്റ് നടത്തുക, സ്വന്തം സ്ഥലത്ത് ഒരു കളിക്കാൻ സാധിക്കുക എന്ന നമ്മുടെ പഴയ തലമുറ മുതൽക്ക് 2-3 പതിറ്റാണ്ടുകളായി നാം കണ്ടിരുന്ന ഒരു സ്വപ്നത്തിന്റെ തുടക്കമാണ് ഇന്നിവിടെ. പൂർണ്ണതോതിലായിട്ടില്ല എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. പൂർണ്ണമായ ഒരു ഗ്രൗണ്ടിന്റെ അല്ലെങ്കിൽ ഒരു മിനി സ്റ്റേഡിയത്തിന്റെ ആരംഭമാണിത് എന്ന് ആരംഭിക്കുക. ചെറിയ തുടക്കത്തിൽ നിന്നാണ് വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. നമുക്ക് നമ്മുടെ വരാനിരിക്കുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യമാണ് എന്നതില് എളയൂർ കലാ സാംസ്കാരിക കായിക വേദിക്ക് വളരെയധികം സന്തോഷവും
സംതൃപ്തി നൽകുന്ന ഒരു ദിനമാണിത്. ഈ സന്ദർഭത്തില് വലിയ ഒരു പ്രസംഗത്തിന് സാധ്യതയില്ല. എങ്കിലും വളരെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും, ഉള്ളവരും ഇല്ലാത്തവരും, പണമുള്ളവരും പണമില്ലാത്തവരും, തൊഴിലാളികളും അവനവനുടെ സമ്പാദ്യങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച തുക കൊണ്ടാണ് നമ്മൾ ഈ ഗ്രൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേതെങ്കിലും പണക്കാരുടെയോ ആരുടെയും വക സംഭാവനയല്ല, ഇത് ഈ നാട്ടുകാരുടേതാണ്. ഇവിടുത്തെ ഓരോ ഇഞ്ച് ഭൂമിയും ഇളയൂർക്കാരുതാണ്, ഇളയൂരിന് അവകാശപ്പെട്ടതാണ്, ഇളയൂരിന്റെ പൈതൃകമായ സ്വത്താണ്, നമുക്ക് നാളത്തെ തലമുറയ്ക്ക് വേണ്ടി കൈമാറാനുള്ളതാണ്. നാം ഹൈസ്കൂൾ എങ്ങനെയാണോ കെട്ടിപ്പടുത്തത്, നാം എങ്ങനെയാണോ പാലിയേറ്റീവ് സൊസൈറ്റി കെട്ടിപ്പടുത്തത്, അതേമാതിരി തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്റെ മാറ്റിവെച്ച സ്വന്തം ജീവിതത്തിലെ സുഖജീവിതത്തിന് വേണ്ടി ചെലവാക്കേണ്ട തുകയിൽ നിന്ന്, നിത്യജീവിതത്തിന് വേണ്ടി ചെലവാക്കേണ്ട തുകയിൽ നിന്ന് മാറ്റിവെച്ച അല്പതുൽപ്പം തുണ്ടുകളിൽ നിന്നാണ് ഈ കളി സ്വപ്നം നമ്മുടെ ഇവിടെ യാഥാർത്ഥ്യമാവുന്നത്. ഇതിന് പിന്തുണച്ച എല്ലാവരോടും ഞാൻ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി പറയുകയാണ്. അതേസമയം ഇനിയും കുറെ അധികം നമുക്ക് വളരാനുണ്ട്, കുറെ അധികം വികസിക്കാനുണ്ട്. ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ടൂർണമെന്റ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഒഴിവാക്കാനാവാത്ത ഒരു ചടങ്ങുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഏതെങ്കിലും കളിയുടെ സമയത്ത് ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല അഭിപ്രായം. ഒരുപാട് തവണ നമ്മൾ ഇവിടെ കളി വെച്ചിട്ടുണ്ട്. EPL ആദ്യം ക്ലബ്ബുകളുടെ കീഴിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യപ്പെട്ട കുറച്ച് ആളുകളെ ഇറങ്ങിയിട്ട് നമുക്ക് വേണ്ടി ഒരു ഗ്രൗണ്ട്, ഇത് സ്വന്തമായിട്ട് നാട്ടിലെ ആളുകളുടെ പ്രയത്നം മൂലം വലിയൊരു സംഖ്യ പിരിച്ചെടുത്ത് വാങ്ങിയ ഒരു ഗ്രൗണ്ടാണ് പറയാം. ഫുട്ബോൾ ആസ്വാദകർക്ക് എന്നും കാൽപന്ത് കളിയുടെ ദൃശ്യവിസ്മയങ്ങൾ എളയൂർ കലാകായിക സാംസ്കാരിക വേദിക്ക് വേണ്ടി സോനെ, എനിക്ക് ഈ ഫുട്ബോൾ കുറിച്ച് എന്താ അഭിപ്രായം പറയാം? ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. രംഗത്തെ മികച്ച കേന്ദ്രം സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മഞ്ചേരി പെരിന്തൽമണ്ണ. ഡിജിറ്റൽ മാർട്ട് അഭിനയിക്കുകൾ നിങ്ങൾക്ക്. നാട്ടുനന്മയുടെ നിറക്കാഴ്ചകളുമായി NTV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ബ്യൂറോ NTV മലപ്പുറം.